Good morning. Today going to talk about direct marketing and integrated communication. Marketing management in healthcare എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് ടാർഗറ്റഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കെയർഫുള്ളി സെലക്റ്റഡ് ഇൻഡിവിജ്വൽ ടു എലിസിറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഓർ ബിൽഡ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. അതായത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്തിക്കുക ടു എലിസിറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, അവരുടെ റെസ്പോൺസായിട്ട്. അതായത് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബിൽഡിംഗ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ചാനൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഓർ ആൻഡ് SMS കമ്പൈൻസ്, ടെലിമാർക്കറ്റിംഗ്, കാറ്റലോഗ് ആൻഡ് ഡയറക്റ്റ് മെയിൽ, പേഴ്സണലൈസ്ഡ് ഓൺലൈൻ ആഡ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഡയറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ റെസ്പോൺസ് റേറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഹൈ ടാർഗറ്റിംഗ് പ്രിസിഷൻ, നമുക്ക് കൃത്യമായിട്ട് ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമൈസേഷൻ അറ്റ് സ്കെയിൽ, നമുക്ക് അതിൽ ഓരോരുത്തർക്കും അവരുടെ താല്പര്യം അനുസരിച്ച് പ്രൊഡക്റ്റുകളിൽ മാറ്റം വരുത്തിയിട്ട് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷനാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. ഇൻ ടുഡേസ് ഫ്രാഗ്മെൻറ്റഡ് മീഡിയ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റൻസി ക്രിട്ടിക്കൽ. IMC ഈസ് എ സ്ട്രാറ്റജിക് കോർഡിനേഷൻ ഓഫ് ഓൾ പ്രൊമോഷണൽ ടൂൾസ്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അന്ന് ഡെലിവർ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് അക്രോസ് ദ ചാനൽസ്. ചാനലിൽ എല്ലാ ചാനലിലും കൂടിയാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓഫ്ലൈനായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. ഓൾ മെസ്സേജ് റീഇൻഫോഴ്സ് ആ സെയിം കോർ ഐഡിയ. എല്ലാ മെസ്സേജുകളും ആ കോർ ഐഡിയയിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട്, അത് പ്രേരിപ്പിക്കാനായിട്ട് സാധിക്കുക. അതാണ് കൺസിസ്റ്റൻസി. ഒരേപോലെ നമ്മൾ കൊടുക്കുക. സിനർജി എന്ന് പറഞ്ഞാൽ ടൂൾസ് ആൻഡ് കോംപ്ലിമെൻറ്റ് ഈച്ച് ചെയ്ത് അഡ്വർടൈസിങ് ബിൽഡ്സ് അവെയർനെസ് വൈൽ സെയിൽസ് പ്രൊമോഷൻ ട്രിഗേഴ്സ് ആക്ഷൻ. അഡ്വർടൈസിങ് എന്ത് ചെയ്യുന്നു? അവെയർനെസ് കൊടുക്കുന്നു. അത് പക്ഷേ പ്രൊമോഷനാണ്, സെയിൽസ് പ്രൊമോഷൻ, അതായത് ഡിസ്കൗണ്ട് ഓഫർ കാര്യങ്ങളൊക്കെയാണ് ട്രിഗർ ആക്ഷൻ, പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അത് രണ്ടും കൂടി ചേർന്നിട്ട് കൊടുക്കുന്നതാണ് സിനർജി എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് മെസ്സേജിങ് ടു ഡിഫറെൻറ്റ് മീഡിയ വിത്ത് ലോസിങ് ഒഫറൻസ്. നമുക്ക് പല മീഡിയയിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. ഫീഡ്ബാക്ക്, മോണിറ്റർ റെസ്പോൺസ് ആൻഡ് അഡ്ജസ്റ്റ് ക്യാമ്പയിൻ അക്കോർഡിംഗ്ലി. നമുക്ക് റെസ്പോൺസ് അനുസരിച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തുന്നു. ഇനി ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് refers to the use of digital channels, platforms and technology to promote product, service and brands. അതായത് ഡിജിറ്റൽ ചാനൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാറ്റ്ഫോംസും ഒക്കെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറ്റേഴ്സ്? റീച്ച്, ആക്സസ് ഗ്ലോബൽ ഓഡിയൻസ് വിത്തൗട്ട് ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാണ്ട് കുറേ ആൾക്കാരിലേക്ക് എത്തുന്നു. പ്രിസിഷൻ, എബിലിറ്റി ടു ടാർഗറ്റ് ബേസ്ഡ് ഡെമോഗ്രാഫിക് ഇൻട്രസ്റ്റ് ബിഹേവിയർ ആൻഡ് കോണ്ടസ്റ്റ്. അതായത് ഓരോരുത്തർ നമ്മൾ ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് അവരുടെ കണ്ടീഷൻസും അവിടുത്തെ ഏജ്, ഏത് കാറ്റഗറിയാണ്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്തും. കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട്, അതായത് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഫ്ലെക്സിബിലിറ്റി, റിയൽ ടൈം ക്യാമ്പയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ റെസ്പോൺസ് ടു പെർഫോമൻസ് ഡാറ്റ. റിയൽ ടൈമായിട്ട് ക്യാമ്പയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കോസ്റ്റ് എഫിഷ്യൻസി, ഓഫൺ ലോവർ കോസ്റ്റ് പെർ ഇംപ്രഷൻ കമ്പയർഡ് വിത്ത് ട്രഡീഷണൽ മീഡിയ. അതായത് കുറഞ്ഞ കോസ്റ്റിന്, ലോവർ കോസ്റ്റിന് നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട്. അതായത് കുറേയൊക്കെ എക്സ്പെൻസുകൾ നമുക്ക് ഡയറക്റ്റ് ചാനലിലൂടെ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർമീഡിയേറ്റ്സിൻ്റെ എക്സ്പെൻസും കമ്മീഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. എൻഗേജ്മെൻറ്റ്, എനേബിൾ ടു വേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോസ്റ്റർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ടു വേ കമ്മ്യൂണിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നു, നമുക്ക് മെസ്സേജ് കമ്പനിക്ക് അയക്കാനും കമ്പനിയിൽ നിന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിനുപയോഗിക്കുന്ന ചില ടൂളുകളാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. SEO ഈസ് ദ പ്രാക്ടീസ് ഓപ്റ്റിമൈസിങ് വെബ്സൈറ്റ് ടു ഇംപ്രൂവ് ദ വിസിബിലിറ്റി ഓഫ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസ്. നമുക്ക് അവിടെ സെർച്ച് ചെയ്തിട്ട് എത്ര പേര് അത് കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മാക്സിമം ആളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അത് കീ കമ്പോണൻസ്: ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. കീവേഡ് റിസർച്ച്, പ്ലേസ്മെൻറ്റ് ഓഫ് ടൈറ്റിൽസ്, ഹെഡിങ്സ്, കണ്ടൻറ്റ്. നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ, URL സ്ട്രക്ചർ, അതായത് അതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആ വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റുന്നു. മൊബൈൽ ഫ്രണ്ട്ലി ഫാസ്റ്റ് ലോഡിംഗ് പേജസ്, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എത്ര വേണമെങ്കിലും പേജസോ കാര്യങ്ങളോ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ലിങ്ക്സ് ഫ്രം റെപ്യൂട്ടബിൾ സൈറ്റ്സ്. അതിൻ്റെ ലിങ്കുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ ഓൺലൈനിലേക്കായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നു. സോഷ്യൽ ഷെയറിംഗ് സിഗ്നൽസ്, നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഓൺലൈൻ റിവ്യൂസ് ആൻഡ് സൈറ്റേഷൻ, കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
ഓഫ് പേജ് ഒപ്റ്റിമൈസർ. ഇനി ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഇൻഡെക്സിങ് ആൻഡ് ക്രൗളബിലിറ്റി. അതായത് നമുക്ക് ആ ഇൻഡെക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഇൻഫർമേഷനാണ് നമുക്ക് കൊടുക്കേണ്ടത് അത് പ്രോപ്പറായിട്ട് ഇൻഡെക്സ് ചെയ്യുക. അതിൽ ഇതായിട്ട് തമ്പായിട്ട് കൊടുക്കുന്നത് ഏതാണോ അത് നമ്മൾ അത് വെച്ചിട്ടാണ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. ഇനി ക്രോളബിലിറ്റി, എല്ലാറ്റിലേക്കും ക്രോൾ ചെയ്യാനായിട്ട് എല്ലാറ്റിലേക്കും, അതായത് ആ മെസ്സേജ് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ആ മെസ്സേജ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ടേം ഏതാണോ ആ ടേം അവിടെ ക്രോൾ ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് എത്തും. സ്ട്രക്ചേർഡ് ഡാറ്റ കൃത്യമായിട്ടുള്ള സ്കീമായിട്ട് മാർക്കപ്പ് ചെയ്യാൻ പറ്റുന്നു. സെക്യൂർ HTTPS എനാബിൾഡ് സൈറ്റ്സിലൊക്കെ അതറിയാനായിട്ട് സാധിക്കുന്നു. ബെനിഫിറ്റ്സ് എന്ന് സസ്റ്റൈനബിൾ ട്രാഫിക് ഓവർ ടൈം വിത്ത് ഡയറക്റ്റ് കോസ്റ്റ്. നമുക്ക് കുറേ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഹയർ പെർസീവ്ഡ് ക്രെഡിബിലിറ്റി, മെനി യൂസേഴ്സ് ട്രസ്റ്റ് ഓർഗാനിക് റിസൾട്ട് മോർ ദാൻ പെയ്ഡ് ആഡ്സ്. നമുക്ക് ഹയർ പെർസീവ്ഡ് ക്രെഡിബിലിറ്റിയാണ് നമ്മൾ വെബ്സൈറ്റിൽ നേരിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആൾക്കാർക്ക് താല്പര്യമുള്ള ഇതാണ് മറ്റുള്ള അതിൻ്റെ ഉള്ളിലുള്ള അഡ്വർടൈസ്മെൻറ്റിനേക്കാളും കൂടുതലായിട്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് SMM. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആർ ട്രാൻസ്ഫോർ ഹൗ ബ്രാൻഡ് ഇൻട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സായിട്ട് ബ്രാൻഡ് ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട്. മേജർ പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ, യൂട്യൂബ്, ടിക്ടോക്ക്, അതൊക്കെയാണ് മേജർ പ്ലാറ്റ്ഫോംസ്. കണ്ടൻറ്റ് അപ്രോച്ചസ് നമ്മൾ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്, ഷെയറിങ് വാല്യുബിൾ ഇൻഫോർമേഷൻസ്, കോണ്ടൻറ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പെയ്ഡ് അഡ്വർടൈസ്, അതിൻ്റെ ഉള്ളിലുള്ള സ്പോൺസേർഡ് പ്രോഗ്രാംസ് ആയിട്ട് അഡ്വർടൈസിങ് കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, റെസ്പോണ്ടിങ് കമൻറ്റ്, റണ്ണിങ് പോൾസ്, ഹോസ്റ്റിംഗ് കമൻറ്റ്, സ്റ്റാർ ചെയ്യുക, അതൊക്കെ കൊടുക്കുന്നതാണ്. ഹോസ്റ്റിംഗ് ലൈവ് ഇവൻറ്റ്സുകളൊക്കെ. ഇൻഫ്ലുവൻസ് പാർട്ട്ണർഷിപ്പ്, ലിവറേജിങ് ട്രസ്റ്റഡ് വോയിസ് ടു എക്സ്പാൻഡ് റീച്ച് ക്രെഡിബിലിറ്റി. അതായത് അതിൻ്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, വിശ്വസനീയമായ ആൾക്കാർ അത് വോയിസ് ഇടുമ്പോൾ അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇനി മെട്രിക്സ് ടു മെഷർ, ഇതെങ്ങനെയാണ് അളക്കുന്നത്, മോണിറ്റർ ചെയ്യുന്നത്. റീച്ച് ആൻഡ് ഇംപ്രഷൻ, എത്ര പേർക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്നു. എൻഗേജ്മെൻറ്റ് റേറ്റ്, എത്ര പേര് ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. കൺവെർസേഷൻ, ക്ലിക്ക് ത്രൂ വെബ്സൈറ്റ്, എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സെൻറ്റിമെൻറ്റ് അനാലിസിസ്, അതിൻ്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ റിമൈൻസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് കോസ്റ്റ് എഫിഷ്യൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. നമുക്ക് കൂടുതൽ കണ്ടൻറ്റൊക്കെ മെസ്സേജ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇമെയിൽസാണ്. ടൈപ്പ് ഓഫ് ഇമെയിൽ കമ്പെയിൻ, ന്യൂസ് ലെറ്റേഴ്സ്, പ്രൊമോഷൻ ഇമെയിൽസ്, ട്രാൻസാക്ഷൻ ഇമെയിൽസ്, ലൈഫ് സൈക്കിൾ ഇമെയിൽസ്. നമുക്ക് അതിനും പല ടൈപ്പ് ഉണ്ട്. ന്യൂസ് ലെറ്റേഴ്സ് ആണെങ്കിൽ ന്യൂ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ളത്, പ്രൊമോഷന് വേണ്ടി ഓഫറുകൾ കാര്യങ്ങളൊക്കെ, ഓർഡർ കൺഫർമേഷന് വേണ്ടി ട്രാൻസാക്ഷൻ ഇമെയിൽസ് ഉപയോഗിക്കുന്നുണ്ട്. ലൈഫ് സൈക്കിൾ ഇമെയിൽസ്, വെൽക്കം മെസ്സേജ്, റീ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ, ബർത്ത്ഡേ ആനിവേഴ്സറി ഗ്രീറ്റിംഗ്സ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി. ഇനി ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ എക്സ്പ്ലിസിറ്റ് കൺസെൻറ്റ് ഇൻ കോംപ്ലൈ പ്രൈവസി ലോസ്. അതായത് ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമുക്ക് സ്വാമും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നല്ലത്. പേഴ്സണലൈസ് കണ്ടൻറ്റ് വിത്ത് റെസിപ്പിയൻ നെയിംസ്, ടൈലർഡ് റെക്കമെൻഡേഷൻസ് ആൻഡ് സെഗ്മെൻറ്റ് സ്പെസിഫിക് മെസ്സേജിങ്. അത് നമുക്ക് കൃത്യമായിട്ട് ആരാണ് നോക്കിയിട്ട് മെസ്സേജ് ചെയ്യാം. ഒപ്റ്റിമൈസ് മൊബൈൽ ഡിവൈസസ്, മോസ്റ്റ് ഇമെയിൽസ് ആൻഡ് ഓപ്പൺ ഫോൺസ്. യൂസ് ക്ലിയർ കോൾ ടു ആക്ഷൻ, അതായത് ട്രാക്ക് ചെയ്യുക, ക്ലിക്ക്, ഓപ്പൺ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്ലിയർ കോൾ. ഇൻ്റഗ്രേറ്റിംഗ് ഡിജിറ്റൽ ടൂൾസ് ടു മെഷറിങ്. നമ്മൾ ഏതൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ SEO ആണ്. നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് എത്ര പേര് സെർച്ച് ചെയ്തു എന്നുള്ളതൊക്കെയാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് SEO. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ്, നമ്മളിപ്പോൾ ഇമെയിൽ സൈനപ്പ്, റീടാർജറ്റ് വെബ്സൈറ്റ്, ഡിസ്പ്ലേ ആഡ്, പേഴ്സണൈസ്ഡ്, പിന്നെ എംപ്ലോയി അനലിറ്റിക്കൽ ഐഡൻറ്റിഫൈ ദ ചാനൽ കോൺട്രിബ്യൂട്ട്. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചാനലിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, വെബ്സൈറ്റ് ട്രാഫിക് എത്ര പേര് നോക്കിയിട്ടുണ്ട്, കോസ്റ്റ് പെർ ക്ലിക്ക്, ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, അതിനുള്ള ചിലവ്, കോൺവേഴ്സേഷൻ റേറ്റ്, വിസിറ്റ്, ലീഡ് ടു സെയിൽ, എത്ര പേര് ലീഡ് ചെയ്തിട്ടുണ്ട്, വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പിന്നെ അത് സെയിലായിട്ടുണ്ട് എത്ര പേർക്ക് എത്ര പേര് ആ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. റിട്ടേൺ ഓൺ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനുള്ള റിട്ടേൺ എത്രയുണ്ട്. അനലിറ്റിക്കൽ ടൂളിൽ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് നമുക്കറിയാൻ പറ്റും. സോഷ്യൽ പ്ലാറ്റ്ഫോം ഡാഷ്ബോർഡിൽ നിന്ന് അറിയാൻ പറ്റും. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം, ക്രോസ് ചാനൽ പ്ലാറ്റ്ഫോം, അതിൽ നിന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഓക്കെ, താങ്ക് യു.